കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മാർച്ച് 15-ന് തുടക്കമാകും. മന്ത്രി വി.എൻ. വാസവൻ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 15-ന് സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രക്ഷാധികാരി മോൻസ് ജോസഫ് എം.എൽ.എയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈൻ സന്ദേശം നൽകും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. രജത ജൂബിലി ആഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ കടുത്തുരുത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ ഫ്ളാഗ് ഓഫ് ചെയ്തു. കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ അവസാനിച്ച വിളംബര ജാഥയെ തുടർന്ന് നടന്ന യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി.വി. സുനിൽ അധ്യക്ഷത വഹിച്ചു. ആഘോഷ പരിപാടികൾക്കാണ് സംഘാടക സമിതി രൂപം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടുത്തുരുത്തിയിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നൊരു ഘട്ടത്തിലാണ് 99-ൽ കടുത്തുരുത്തിയിൽ പോളിടെക്നിക് അന്നത്തെ പി.ജെ. ജോസഫ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഈ പോളിടെക്നിക് ഇവിടെ അനുവദിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു രാഷ്ട്രീയ മാറ്റം എം.എൽ.എക്ക് ഉണ്ടായിരുന്നുള്ളൂ, വേറെ മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ അന്നാണ് അനുവദിച്ചത്. കടുത്തുരുത്തി എം.എൽ.എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. രജത ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 15-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. 1999-ൽ കടുത്തുരുത്തിയിൽ ആരംഭിച്ച ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 25 വർഷം പൂർത്തിയാക്കുന്നു എന്ന അഭിമാനകരമായ ഒരു നേട്ടവും അംഗീകാരവും കടുത്തുരുത്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാക്കി മാറ്റണമെന്ന ആഗ്രഹത്തോടുകൂടി ജനപ്രതിനിധികളും പോളിടെക്നിക്കിൻ്റെ അധികൃതരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ PTA കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് സ്വാഗത സംഘം രൂപീകരിക്കുകയും വിപുലമായ ഒരു സംഘാടക കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഘോഷ പരിപാടികൾ 15-ാം തീയതി മാർച്ച് 15-ന് ആരംഭിച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വിവിധങ്ങളായ പ്രോഗ്രാമോടുകൂടി വിപുലമായ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം രക്ഷാധികാരി മോൻസ് ജോസഫ് എം.എൽ.എ, സ്വാഗത സംഘം ചെയർമാൻ പി.വി. സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കോട്ടുകാപ്പള്ളി, പഞ്ചായത്ത് പ്രസിഡന്റ് N.P. സ്മിത, പഞ്ചായത്ത് അംഗങ്ങളായ സ്റ്റീഫൻ പാറാവേലി, നോബി മുണ്ടയ്ക്കൽ, പ്രിൻസിപ്പൽ C.M. ഗീത, ജോണി കണിവേലിൽ, T.C. വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടെക് ഫെസ്റ്റ്, പിന്നെ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം, ഈ പഞ്ചായത്തിൽ ഡിജിറ്റൽ ലിറ്ററസിക്ക് വേണ്ടിയുള്ള ആപ്പുകൾ, അതുപോലെ വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തുക, വാർഡ് അംഗങ്ങൾക്ക് ആയിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം നടത്തുക. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സിബിഷൻസ്, പ്രോജക്റ്റ് എക്സിബിഷൻ, ടെക്നിക്കൽ വർക്ക്ഷോപ്പ്, സെമിനാറുകൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റിന്റെ സർവീസിംഗ് ക്യാമ്പുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.